cup of tea altogether. What a fantastic shot here! ആദ്യത്തെ കുഞ്ഞാനാണെങ്കിൽ 101 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നതാണ്. തേങ്ങാവില കൂടിയത് കൊണ്ട് 51 അടിച്ചുള്ളൂ. അതെന്റെ തെറ്റാ, സമ്മതിച്ചു. പക്ഷേ അടുത്തത് പെണ്ണാണെങ്കിൽ 201 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നു. നീ അത് വേണ്ടാന്ന് വെച്ചു. പോട്ടെ, 2 ആണായത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ ഇങ്ങനെ 2 എണ്ണത്തിനാണല്ലോ നീ എനിക്ക് തന്നത്. വേണമെങ്കിൽ തേങ്ങാവില കൂടിയാലും ബാക്കിയുള്ള 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാം. എന്നാലെങ്കിലും നീ എന്നെ ഒന്ന് കൈകൂപ്പിച്ചോഴാം. കുടിഞ്ഞന്മാര് പിള്ളേരെ പ്രാവാൻ തുടങ്ങിയായിരിക്കും. പ്രായമൊന്നുമല്ല, പിള്ളേരെ ഒരു നല്ല നില എത്തിക്കാൻ വേണ്ടി 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാമെന്ന് നേരുകയായിരുന്നു. അല്ല, ഇപ്പൊ എന്താ അവർക്കൊരു കുറവ്? എന്താ അവർക്കൊരു കുറവെന്ന്? കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവർ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി. എത്ര കാലം കൊണ്ട് നിങ്ങളോട് ഇത് പറയാ മനുഷ്യ? ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഇതൊന്ന് കേറിയല്ലോ. എന്തോന്ന്? എന്ത് കാര്യമാണ് നീ പറഞ്ഞു വരുന്നേ? പ്രഭാകരനും പ്രദീപിനും ഓരോ കല്യാണം ആലോചിക്കാൻ. 2 പേർക്കും കൂടെ ഒരു പെണ്ണ? ഷോ അല്ല മനുഷ്യ, 2 പേർക്കും ഓരോന്ന്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ ഗതിയാ. ഇനി ഓരോന്നിനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാലേ ബാക്കിയുള്ളവന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം. വെയിലൊന്ന് ആറിയിട്ടെങ്ങാനും പോകാ എന്റെ പൊന്നു കുഞ്ഞമ്മേ. നിങ്ങളോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ കുഞ്ഞമ്മ എന്ന് വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാലും ബോംബെന്നെ സുനന്ദയുടെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോന്ന്. ഞാൻ ഇന്നും ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കാൻ മുമ്പ് സുഭദ്ര എന്ന് തുടങ്ങി ചേർത്തേക്കാം. അപ്പോഴും കുഴപ്പമാ. സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്ര എന്ന് വിളിച്ചാൽ മതി. വിളിച്ചാളാ. 2 പേരും ഒന്ന് മാറിയാൽ അങ്ങോട്ടൊന്ന് പോണം. കാലത്തെ പുന്നാരമോൻ തണ്ടാ വാങ്ങിയായിരിക്കല്ലേ? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ശൗരം മുടക്കാണല്ലോ. തന്തപ്പടി ഇറങ്ങാൻ നോക്കൂല. രാവിലെ എന്തിനാ അവന്റെ നേരെ ചാടിക്കടിക്കുന്നത്? എന്റെ അടുത്ത് കളിച്ചോണ്ടല്ലേ. നേരം വെളുത്താ ഉടനെ തുടങ്ങും. അത് കഴിഞ്ഞാ ഉടനെ ഇറങ്ങും തെണ്ടാൻ. തിരിച്ചു വന്നാ ഉടനെ തുടങ്ങും. കൊട്ടലേ തെണ്ടല്ലേ, കൊട്ടലേ തെണ്ടല്ലേ. കുറെ നാളായല്ലോ മനുഷ്യന് ദൂരം തരാനായിട്ട്. ഇതുകൊണ്ട് വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? കല എന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യയാണ്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാകണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. എന്റെ അമ്മയെ പോലെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയല്ല, ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി? എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യമല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി. അങ്ങനെ പറഞ്ഞു കൊടുക്കലാ മോനെ. എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായിരുന്നു. കേളകത്ത് കിട്ടുള്ളിക്കുറുപ്പ് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, എങ്ങനെയാണ് വിവരം ഉണ്ടായിട്ടില്ല. മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ. അങ്ങനെ കാപ്പും വളയും വാങ്ങി? ഇവനെന്ത് കോപ്പ വാങ്ങിയേ? സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. അതവൻ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ. മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോത്സ്യനെ ഉടനെ ഇങ്ങോട്ട് അയക്കണം. പോയി കോപ്പുമളി വാങ്ങിച്ചോണ്ട് വാ. മോനെ പ്രദീപേ, നിനക്ക് ഇന്ന് ബാങ്കിൽ പോണ്ടേ? സമയമായില്ലേ? ടിവിയിൽ ക്രിക്കറ്റ് മാച്ചിലുണ്ട്, അവധി എടുത്തിരിക്കുന്നേ. ക്രിക്കറ്റ് ഉണ്ടോ? പിന്നെ എപ്പോഴും. കുഞ്ഞ സുഭദ്രേ, എനിക്ക് കുറച്ച് കാപ്പി വേണം. എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോയി കഴിച്ചോണം. അങ്ങോട്ട് വരികയായിരുന്നു. എന്താ, ഈ മാസം 16-ാം തീയതി ഒരു കച്ചേരി ഉണ്ട്, അന്ന് ഫ്രീ ആണോ? ഒന്ന് നോക്കിക്കോട്ടെ. 14 ചാലക്കുടി, 15 പാലക്കാട്, 16 17 ശരിക്കും പ്രോഗ്രാം അനുസരിച്ച് മുല്ലശ്ശേരി പോകേണ്ടതാ. പക്ഷെ അത് മാറ്റിവെച്ചു. നിങ്ങളെ ഭാഗ്യം. അതേ, വലിയ ഉപകാരം. ആരാ പാട്ട്? MS സുബ്ബലക്ഷ്മിയുടെ കച്ചേരിയാ. മറ്റു അധികാരമൊക്കെ? ഹരിപ്പാട് വൈദ്യനാഥൻ വയലിൻ, പാലക്കാട് ശംഭു ഘടം, കോഴിക്കോട് നാരായണൻ മൃദംഗം. കോഴിക്കോട് നാരായണൻ മൃദംഗം വായിക്കാനുണ്ടെങ്കിൽ ഞാനെന്തിനാ? അല്ല, പ്രഭാകരൻ പറഞ്ഞവനില്ല, മൃദംഗം കൊടുത്തേച്ചാൽ മതി. അല്ല, കോഴിക്കോട് നാരായണന്റെ മേൽസുരത്തിക്കുള്ള മൃദംഗമില്ല, അതുകൊണ്ടാ. മൃദംഗം വായിക്കാൻ വന്നിരിക്കുന്നു. അതിന് സാറിന് തന്നെ ചൂടാവുന്നു പറഞ്ഞോണ്ടല്ലോ. അല്ല, മൃദംഗം തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അതിന് സാറ് ചൂടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പാറ, നമുക്ക് വേറെ വല്ലവരും നോക്കാം. അയാൾ വലിയൊരു മൃദംഗ വിദ്വാൻ നടക്കുന്നു.
വർത്തമാനം എല്ലാം പ്രവചിക്കും. ഏതേ ഇങ്ങേപ്പുറത്ത് പോകുന്ന സാറിന്റെ മൂലക്ഷം വിളിച്ചു പറയുന്നു, സാറിന് രാജയോഗം അടിക്കാൻ പോകുന്നു. ഒന്നും അവര് പോകുന്നേ. ഇതും കമ്പ്യൂട്ടർ കേസുകളാ. നിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിട്ട് യാതൊരു പ്രയോജനമില്ല. നിന്റെ ഗ്രാമറൊക്കെ പോയി. ഗ്രാമർ ഇപ്പൊ കമ്പ്യൂട്ടറിനാ. അവനാ ഇപ്പോ ഭൂതവും ഭാര്യയൊക്കെ പ്രവചിക്കുന്നത്. എന്റെ സമയം എന്നാ നന്നാകുക. ഒരു ബമ്പർ അടിച്ചെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കോളിയിട്ടുണ്ട് നടന്നേനെ. ഇന്ന് വൈകുന്നേരത്തിൽ എനിക്ക് 5 കൈയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ 32 പെണ്ണ് അടിച്ചടക്കും. കഴിവയുടെ മോളെ കണ്ടാന്നോ? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം നോക്കി പറഞ്ഞതാ എന്റെ തമ്പി കുഞ്ഞെ. അല്ല, രേഖയിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന് അത് രക്ഷോളൂ. മോളെ ഐശ്വര്യമായിട്ട് ചീട്ട് കുത്തിയെടുത്താട്ടെ. ആ തമ്പി കുഞ്ഞിനി കണ്ണു അടച്ചിരുന്ന് ഹനുമാൻ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. വിചാരണം ഭൂതഗണാതിസേവിതം കപിസേങ്കോ ഉപരസാരപക്ഷിതോ മാസ് പോലീസ്. വിചാരണം ഭൂതഗണാതിസേവിതം കപിസേങ്കോ ഉപരസാരപക്ഷിതോ മാസ് സുഖം ശോകം നാശകം. ആ ഇനി തമ്പി കുഞ്ഞ് കണ്ണു തുറന്ന് ആ ചീട്ടം കൊടുത്തു നോക്കിയേ. ഹനുമാനല്ലേ വന്നിരിക്കുന്നത്? അതെ. എന്റെ മോൾക്ക് തെറ്റുപറ്റിയില്ല. ഹനുമാനാണ് വന്നിരിക്കുന്നത്. 1 വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, പുറ രാജ്യങ്ങളിലും അതിഭയങ്കരനായി അറിയപ്പെടുന്ന മൃദംഗ വിദ്വാനായി തീരും. 1.5 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതൃപതി സ്ഥാനങ്ങളിലുള്ളവർക്ക് ദോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. നീ പറഞ്ഞ കേട്ടോ? എന്തോന്ന്? 1.5 കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് ശരിക്കും നോക്കിക്കേ ജോത്സ്യരെ. ജ്യോതിഷം കള്ളം പറയില്ല. ഇനിയിപ്പോ ഒരു പ്രതിവിധിയേ ഉള്ളൂ. പ്രഭാകരന്റെ വിവാഹം ഉടനെ നടത്തണം. ഈ മനുഷ്യനോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്നോ. ഇനിയിപ്പോ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാനാ? അനുഭവിച്ചോ, ചാകാൻ പോകുന്നു നിങ്ങൾ തന്നെയാ. വിഷമിക്കണ്ട, ഒരു നല്ല മാർഗമുണ്ട്. ഞാനൊരു ദല്ലാളിനെ ഇങ്ങോട്ട് അയക്കാം. എന്താ? ഫ്ലഡ് പിള്ളേ, എന്തോ ഇതില് കളർ ഫോട്ടോ ഒന്നുമില്ലേ? പിന്നെ കളർ വരട്ടാൻ കൊടുത്തിട്ടുണ്ട്. കാലം കയറുമായിട്ട് പണിക്ക് വന്ന് നിൽക്കുമ്പോഴാ അവിടെ ഒടുക്കത്തെ ഒരു സെലക്ഷൻ. എന്താ? അല്ല കുഞ്ഞമ്മേ, അല്ല സുഭദ്രേ, ആ കൊച്ചു കാണാൻ തെറ്റില്ലെന്ന് പറയാ. ഈ കുട്ടി കൊള്ളാം. ഇതേതാ? ഇതിന്റെ പേര് തങ്കമണി. നല്ല തങ്കമണി, മണി പോലത്തെ സ്വഭാവമാ. ബിയ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ക്രിക്കറ്റ്, സ്വിമ്മിങ്. ഇതൊക്കെ അറിയാമോ? അല്ല, ഇവയൊക്കെ ടിവിയിൽ കാണുമ്പോ കുത്തിയിരുന്ന് കണ്ടു രസിക്കാനുള്ള കഴിവുള്ളവളാ. അപ്പൊ അവൾ അത്ര മിടുക്കിയാണല്ലേ? നമുക്ക് അത് തന്നെ ആലോചിക്കാം. അതെ, ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബമാണ്. അച്ഛൻ കള്ള് ഷാപ്പ് കോൺട്രാക്ടറാ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടുഭരണമാ. ഒരാങ്ങളെ ഉള്ളത് അങ്ങ് തിരുവനന്തപുരത്താ, പൂജപ്പരയില്. അല്ല, നമുക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പൂജപ്പുരയിൽ എന്താ വലിയ ഉദ്യോഗമാണോ? അവിടെ എന്തോന്നോ ഈ അല്ലല്ല, ഈ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്ന ടെലിഫോൺ ഓഫീസില്. അതൊന്നുമല്ല,
ഏതോ ഒരു ബാങ്ക് കൊള്ളയടിച്ചെന്ന് പറഞ്ഞ് ചുമ്മാ കുറച്ചാലത്തേക്ക് പിടിച്ചിട്ടിരിക്കുക. എഴുന്നേക്കാൻ ഇതുപോലെ കുടുംബത്തിന്റെ അന്തസ്സിന് പറ്റാത്ത ആലോചനയായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ തന്നെ ഞാൻ പറയുന്നൊന്ന് കേൾക്കേണ്ട കുഞ്ഞമ്മേ. കുടുംബത്തിന്റെ അന്തസ് നോക്കിയിരുന്നാലേ കാലം കാത്തു നിൽക്കില്ല. നിങ്ങൾ ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല. എന്റെ ജീവനാ പോകുന്നത്. അതെങ്ങനെ പറയും? ഞാൻ അവരുടെ നിർത്തിയാട്ടെ. വേണ്ടെങ്കിൽ വേണ്ട. ഇത് വേണ്ട. ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്നലെ വിവാഹമോചനം കഴിഞ്ഞവര് വരെ ഈ ശങ്കരപിള്ളയുടെ ലിസ്റ്റിലുണ്ട്. നമുക്ക് ആലോചിക്കാം. ഈ പെണ്ണ് കൊള്ളാം. ആരാ? ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോയാ. നടത്തിയോ? ഒരബദ്ധം പറ്റിപ്പോയി. ഞാൻ അറിയാതെ ഇതിനകത്ത് എടുത്തു വെച്ച് കാണും. ചത്തുപോയായിരിക്കല്ലേ? ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ. പിന്നെ തനിക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അപ്പൊ അവന് യോജിച്ചൊരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. നല്ല മണിമണി പോലത്തെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് കണ്ടുകളയാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. അല്ല, അതിപ്പോ അവരെ മുൻകൂട്ടി ഒന്നും അറിയിപ്പിക്കാതെ പോകുന്നത്. പറയൊന്നും വേണ്ടോ കുഞ്ഞമ്മേ. വേറെടിയായി വാ. ഇപ്പൊ വേണ്ടേ? വാടോ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. ഞാൻ എന്ന് പറയാനോ തനിക്ക് കുഞ്ഞമ്മയായത്? ഇപ്പൊ തമ്പി അദ്ദേഹം വിളിച്ചപ്പോ. തമ്പി അദ്ദേഹം വിളിച്ചാൽ താനും വിളിക്കല്ലേ? ഒന്ന് വിളിച്ചാട്ടെ. എന്റെ പൊന്നു കുഞ്ഞമ്മ. സുഭദ്രേ, 30 നാക്കണ ഒരു പല്ല ഉള്ളതല്ലേ അത്? ഹലോ, ഗ്രീത എക്സ്പോർട്ടേഴ്സ്. യെസ്, ബസ് സ്റ്റോപ്പിൽ വെച്ചോ? എന്നെയോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. ഐ ലവ് യു. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. വന്നാട്ടെ. നല്ല അടക്കവും ഒതുക്കമുള്ള പെങ്കൊച്ച. മൂത്തവനെ കെട്ടിച്ചയച്ചു. ഇനി ഇതേ ഉള്ളു ബാക്കി. ഈ കാണുന്നതൊക്കെ ഈ കൊച്ചിനുള്ളതാ. വന്നാട്ടെ. ഇപ്പൊ ഇതുമായോ? നാട്ടുകാരോട് ഞാനിപ്പോ എന്ത് പറയും? എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? പൊടിയാത്തോട്ട് അടുത്ത വീട്ടിലെ കാര്യം അറിയാൻ വന്നിരിക്കുന്നു. പറയടി, മര്യാദക്ക് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പഠിത്തവും കോളേജും ഒന്നും വേണ്ട. എന്താണോ വീട് മാറിയോ? ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട. പോണം. ആരാത്? എന്ത് വേണം? ഞാൻ എപ്പോഴും ലേറ്റാ. അവരിപ്പോ പ്രാക്ടീസ് തുടങ്ങിക്കാണും. ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിള്. ബോള് തരാൻ മനസ്സില്ല. പോടാ അവിടുന്ന്. ചേട്ടാ, ചേട്ടാ, ബോള് വരുന്നില്ല. ആ പന്തി ഞാൻ എന്താ എന്നെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? നാണമില്ലല്ലോ ഇത്രയും തടിയനായിട്ട് പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കാൻ. അതെന്റെ ഇഷ്ടം. ഇഷ്ടമാണെന്നോ? വഴിയെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തൊന്നും പന്തറിയാൻ ഒക്കത്തില്ല. ചേട്ടനെ ഞങ്ങളായിട്ട് കൊണ്ട് എറിഞ്ഞൊന്നുമല്ലോ. ഞങ്ങൾ നീ ഓടാൻ പോയിട്ടില്ലേ? കൊരിങ്ങ ബോള് പോകുന്ന വഴിക്ക് ഓടിയ ദേഹത്തുള്ളൂ. ചിലപ്പോ കൊണ്ടുവന്നിരിക്കും. എന്നാ തരം മനസ്സിലായി. രോഷ്ണി മഴക്കുണ്ടാക്കണ്ട, ബോളം കൊടുത്തേക്ക്. കൊച്ചു പറഞ്ഞാ ശരി. രോഷ്ണി ആ പന്തി ഞാൻ തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങും. എന്നാ വാങ്ങിച്ചോ?
ബോംബെ ഓടുന്ന മാനേ ഓടാതെ മാനേ